ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി അഥവാ പുളിയിഞ്ചി. എല്ലാ സദ്യകൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഇഞ്ചിക്കറി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചി വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് 3 കപ്പ്, പച്ചമുളക് വട്ടത്തിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് 6 എണ്ണം, ശർക്കര ഗ്രേറ്റ് ചെയ്തത് 2.5 ടേബിൾ സ്പൂൺ, വാളംപുളി ഒരു ചെറുനാരങ്ങ വലിപ്പം, 2 കപ്പ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം അരിച്ചെടുത്ത വാളൻപുളിയുടെ വെള്ളമാണിത്. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് കട്ട് ചെയ്തത് 3 എണ്ണം, കറിവേപ്പില 3 തണ്ട്, നല്ലെണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. ഒരു സ്കില്ലറ്റിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നല്ലെണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്കിഷ്ടമുള്ള മറ്റേതെങ്കിലും എണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് തയ്യാറാക്കാൻ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയാണ് ഏറ്റവും നല്ലത്. ഇതിലോട്ടിനി നമ്മൾ കൊത്തിയരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് വറുത്തെടുക്കുക. ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം ഇഞ്ചി വറുത്തെടുക്കാൻ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇഞ്ചി അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇഞ്ചി മൂത്ത് വരാൻ കുറച്ച് സമയമെടുക്കും. ഇഞ്ചി വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് എണ്ണയിൽ വറുത്ത് കോരി ഗ്രൈൻഡറിൽ പൊടിച്ചു എടുക്കാം. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതുപോലെ ചെയ്യുന്നതിനാണ് കൂടുതൽ രുചി. ഇഞ്ചി 3/4 ഭാഗത്തോളം വറന്നു കഴിയുമ്പോൾ ഇതിലോട്ട് വളരെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകിട്ട് വഴറ്റുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കറിയാണിത്. പക്ഷേ ഇഞ്ചി മൂക്കാൻ വേണ്ടി കുറച്ചധികം സമയമെടുക്കും. ഇപ്പോൾ ഇഞ്ചി വറുത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചി ഇപ്പോൾ നന്നായിട്ട് മൂത്ത് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം 25 മിനിറ്റോളം എടുത്ത് ഇഞ്ചി മൂത്ത് വരാൻ. ഇനിയുള്ള സ്റ്റെപ്പ് വളരെ പെട്ടെന്ന് കഴിയും, അധികം സമയം എടുക്കില്ല. ഇതിലോട്ടിനി നമ്മൾ ആദ്യം പിഴിഞ്ഞ് അരിച്ചു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2.5 ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്യുക. ഡാർക്ക് കളറുള്ള ശർക്കരയാണ് ഇതിന് നല്ലത്. ഇഞ്ചിക്കറിക്ക് നല്ലൊരു കളറും കിട്ടും. ഇതിനി
മീഡിയം ഫ്ലെയിമിൽ വച്ചതിന് ശേഷം നന്നായിട്ട് കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് പയ്യെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇഞ്ചിക്കറി ശരിക്കും കുറുകി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കി കൂടുതൽ പുളിയോ മധുരമോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഇരിക്കും തോറും ഒന്നുകൂടി കുറുകും. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകിപ്പോകാതിരിക്കുന്ന തൊട്ടുകറിയാണിത്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലിട്ട് വെച്ചാൽ 2-3 ആഴ്ച കേടുകൂടാതെ പുറത്ത് തന്നെ ഇരിക്കും. ഇത് വാങ്ങി വച്ചതിന് ശേഷം ഇതിലോട്ടിനി കടുക് വറുത്തിടണം. ഒരു ഫ്രൈയിങ് പാനിലോട്ട് 1/2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3 തണ്ട് കറിവേപ്പിലയും മുറിച്ച് വച്ചിരിക്കുന്ന 3 വറ്റൽമുളകും കൂടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ കടുക് വറുത്തത് ഇഞ്ചിക്കറിയിലോട്ട് ഇതുപോലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.